ഗുഡ് ഈവനിങ്. ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. നമ്മള് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും, ആൻസർ കീ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഏതൊക്കെ ആൻസേഴ്സ് ആയിരുന്നു ശരി എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ആൻസർ കീ ചെക്ക് ചെയ്ത സമയത്ത് 2-3 ചോദ്യങ്ങളുടെ ആൻസർ കീയിൽ ചെറിയൊരു മിസ്മാച്ച് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാ. ഇനി നമുക്ക് തുടങ്ങാം. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ക്വസ്റ്റ്യൻ കാണിക്കും, നിങ്ങളൊന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യും. Moving to the first question. Yes. Which of the following statement are correct about Travancore? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ട്രാവൻകൂറിനെ പറ്റി പറഞ്ഞതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. Just shoot your answers. നോക്കാം നമുക്ക്. യെസ്, ഓക്കെ. സ്ക്രീൻ ഓക്കെ. ഓക്കെ, എനിവേ 3 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ദ പെപ്പർ മൊണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് അബോളിഷ്ഡ് ഇൻ 1860. ടൊബാക്കോ മൊണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് അബോളിഷ്ഡ് ഇൻ 1865. ടാപ്പിയോക്ക വാസ് പോപ്പുലറൈസ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്വാതി തിരുനാൾ. ഇതിൽ ആൻസർ കീയിൽ തന്നിട്ടുണ്ടായിരുന്ന ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് റൈറ്റ്. ഞാനൊരു പേന എടുക്കട്ടെ. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അതായത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം മാത്രമാണ്. 3 തെറ്റാണ് എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം എന്തായാലും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ദ പെപ്പർ മൊണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് എബോളിഷ്ഡ് ഇൻ 1860 എന്നാണ്. അത് കറക്റ്റ് ആണ്. 1860 ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പെപ്പർ മൊണോപ്പൊളി എന്ത് ചെയ്യുന്നത്, അബോളിഷ് ചെയ്യണത്. ഓർത്ത് വെക്കുക. 1860 എന്നുള്ളത് ശരിയാണ്. ഓക്കെ, 1860 എന്നുള്ളത് ശരിയാണ്. പെപ്പർ മൊണോപ്പൊളി അതിനോട് കണക്ട് ചെയ്ത് വായിച്ചു പഠിക്കുക. അതേപോലെ അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ പോയിന്റും കൂടി ആഡ് ചെയ്യുക. ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പെപ്പർ മൊണോപ്പൊളി അബോളിഷ് നടന്നിട്ടുള്ളത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ടൊബാക്കോ മൊണോപ്പൊളി ഇൻ ട്രാവൻകൂർ വാസ് അബോളിഷ്ഡ് ഇൻ 1865. അതും കറക്റ്റ് ആണ്. 1865 ടൊബാക്കോ മൊണോപ്പൊളി എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂറിൽ അബോളിഷ് ചെയ്യണത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ് ടാപ്പിയോക്കോ വാസ് പോപ്പുലറൈസ്ഡ് ഇൻ ട്രാവൻകൂർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ സമയത്താണ് ടാപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പ കിഴങ്ങിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോപ്പുലറൈസ് ആവുന്നത് എന്നാണ് പറയുന്നത്. അത് പക്ഷെ ഈ സ്വാതി തിരുനാളിന്റെ പേര് പറഞ്ഞെടുത്താണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളത്. വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് ആ സമയത്ത് ഫുഡ് ഷോർട്ടേജ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാപ്പിയൊക്ക എന്ത് ചെയ്യുന്നത്, പോപ്പുലറൈസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, സ്വാതി തിരുനാളല്ല, വിശാഖം തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഫുഡ് ഷോർട്ടേജ് അഡ്രസ് ചെയ്യാൻ ടാപ്പിയോക്ക പോപ്പുലറൈസ് ചെയ്യുന്നത്. ഇത്രയും കറക്റ്റ് ആണോ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ആ രാജാവിന്റെ പേര് പറഞ്ഞെടുത്താണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളത്. ക്ലിയർ? Can we move to the next? Then moving to the second question. Who among the following missionaries are LMS മിഷണറീസ്? LMS എന്ന് പറഞ്ഞാൽ ലണ്ടൻ മിഷണറി സൊസൈറ്റിനെയാണ് LMS എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ മിഷണറിമാരുടെ പേരുകൾ തന്നിട്ടുണ്ട്. LMSുമായിട്ട് ബന്ധപ്പെട്ട മിഷണറിമാർ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, the right answer is ആൻസർ കീഴിലുള്ള റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അത് കറക്റ്റ് ആൻസർ ആണ്. താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഈ ലണ്ടൻ മിഷണറി സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, ഈ ലണ്ടൻ മിഷണറി സൊസൈറ്റി നമ്മുടെ സൗത്ത് തിരുവിതാംകൂറിലൊക്കെ, തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പോപ്പുലർ ആയിരുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു LMS എന്ന് പറയുന്നത്, ലണ്ടൻ മിഷണറി സൊസൈറ്റി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറിമാര് താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണെന്നായിരുന്നു ചോദ്യം. 3 പേരും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇതിൽ ആദ്യത്തെ WT
റിംഗ് ടോപ്പ് 1806-കളിലൊക്കെയാണ് 1806 1806-ലാണ് കേരളത്തിൽ തിരുവിതാംകൂറിൽ എത്തുന്നതും LMSന്റെ ഭാഗമാവുന്നതും ഒക്കെ. അദ്ദേഹമാണ് ഈ പറഞ്ഞ LMSന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി എന്നും കൺസിഡർ ചെയ്യാറുള്ളത്. അടുത്ത ആള് ചാൾസ് മീഡ് ആണ്. ചാൾസ് മീഡിനെ നമ്മൾ ഫാദർ ഓഫ് സൗത്ത് ട്രാവൻകൂർ മിഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ. ഫാദർ ഓഫ്, ഓർത്ത് വെക്കുക, അദ്ദേഹത്തിന് ഫാദർ ഓഫ് സൗത്ത് ട്രാവൻകൂർ മിഷൻ എന്നുകൂടെ അറിയപ്പെടാറുള്ള ആളും കൂടിയാണ് എന്ത്, ഈ ചാൾസ് മീഡ്. ഇദ്ദേഹമാണ് ഈ LMSന്റെ പ്രവർത്തനം ഈ സൗത്ത് തിരുവിതാംകൂറിൽ കുറച്ചും കൂടി പോപ്പുലർ ആക്കിയത്. റിംഗ് ടോപ്പ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. ചാൾസ് മീഡ് അത് എന്ത് ചെയ്തു, കുറച്ചും കൂടി പോപ്പുലറൈസ്ഡ് ആക്കി അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. പിന്നുള്ളത് GH ആഷ്ടൺ ആണ്. GH ആഷ്ടൺ മീഡിന്റെ കൂടെ ഉണ്ടായിരുന്ന, ചാൾസ് മീഡിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു LMS മിഷണറിയാണ്. അപ്പൊ 3 പേരും LMSന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ വരാം. Can we move? അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട്, കുറച്ച് എഴുത്തുകാരെ തന്നിട്ടുണ്ട്, അവരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. യെസ്, ഓപ്ഷൻ സി. ഓക്കെ, സി കുറെ പറയുന്നത് നോക്കാം നമുക്ക് എന്താണ് റൈറ്റ് ആൻസർ എന്നുള്ളത്. യെസ്, നമുക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. കെ നാരായണ ഗുരുക്കളെ തന്നിട്ടുണ്ട്, കെ സുരേന്ദ്രനെ തന്നിട്ടുണ്ട്, SK പൊറ്റക്കാടിനെ തന്നിട്ടുണ്ട്, പി കേശവദേവിനെ തന്നിട്ടുണ്ട്. ഇതില് നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു വർക്കായിരിക്കും SK പൊറ്റക്കാടിന്റെ വിഷകന്യക എന്ന് പറയുന്ന വർക്ക്. അപ്പൊ 3നെ 4ഉമായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷനുകളെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. അപ്പൊ നോക്കുന്ന സമയത്ത് 3നെ 4ഉമായിട്ട് കണക്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കാം. ഓപ്ഷൻ എയിൽ 3നെ എന്ത് ചെയ്യുന്നില്ല, 4ലേക്ക് കണക്ട് ചെയ്യുന്നില്ല, വെട്ടിക്കളയാം. ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പം അവിടെയും 3നെ 4നെ കണക്ട് ചെയ്തിട്ടില്ല, അവിടെയും നമുക്ക് കട്ട് ചെയ്തല്ലേ. പക്ഷെ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ 3നെ 4ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേതാണ് ആരാണ് ബാക്കിയുള്ളത് എന്നുള്ളതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളതാണ്. ഇതില് കെ നാരായണ ഗുരുക്കളുടേതാണ് എന്ത്, ഉദയഭാനു എന്ന് പറയുന്ന വർക്ക്. ഓക്കെ, കെ നാരായണ ഗുരുക്കളുടേതാണ് ഉദയഭാനു. 1നെ 2ലേക്ക് കണക്ട് ചെയ്തത്. അപ്പൊ 1നെ 2ലേക്കും 3നെ 4ലേക്കും കണക്ട് ചെയ്തിട്ടുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മൾ ഇങ്ങോട്ട് പിക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ഏറ്റവും അറിയാവുന്ന 2 വർക്കുകളെ എങ്കിലും കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതില് SK പൊറ്റക്കാട്ടിനെ നമ്മൾ വിഷകന്യകയിലേക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. കെ നാരായണ ഗുരുക്കളെ നമുക്ക് എന്ത് ചെയ്യാം, ഉദയഭാനു എന്ന് പറയുന്ന വർക്കിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രന്റെ വർക്കാണ് പതാക എന്ന് പറയുന്ന വർക്ക്. പിന്നെ ഉള്ളത് കേശവദേവാണ്. കേശവദേവിൻ്റെതാണ് ഭ്രാന്താലയം എന്ന് പറയുന്ന വർക്ക്. ഒന്നുകൂടെ പറയാം, SK പൊറ്റക്കാടിന്റെ വിഷകന്യക, നാരായണ ഗുരുക്കളുടെ ഉദയഭാനു, സുരേന്ദ്രന്റെ പതാക, കേശവദേവിന്റെ ഭ്രാന്താലയം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇതില് കെ സുരേന്ദ്രൻ ശരിക്കും 1921 മുതൽ 1997 വരെയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ജീവിച്ചിരുന്ന നോവലുകൾ എഴുതി ഫേമസ് ആയിട്ടുണ്ടായിരുന്ന മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതാണ് പതാക എന്ന് പറയുന്നവർക്ക്. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, കെ സുരേന്ദ്രന് 2 ഫേമസ് അവാർഡുകളാണ് കിട്ടിയത്. ഒന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്. പിന്നെ ഉള്ളത് നാരായണ ഗുരുക്കളിലേക്ക് വരുന്ന സമയത്ത്, നാരായണ ഗുരുക്കള് 1861 ജനിക്കുന്നത്. 19th സെഞ്ചുറിന്റെ ഒക്കെ അവസാന ഭാഗത്തേക്ക്, പകുതിക്ക് ശേഷമൊക്കെ ഉണ്ടായിരുന്ന ഒരാള്, എഴുതിക്കൊണ്ടിരുന്ന ഒരാളെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 2 പുസ്തകങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന് പാറപ്പുറം എന്ന് പറയുന്ന ഒരു വർക്കും, പിന്നെ ഉദയഭാനു എന്ന് പറയുന്ന വർക്കും. ഇതിൽ പാറപ്പുറം എന്ന് പറയുന്ന വർക്ക് അദ്ദേഹം 3 പാർട്ടായിട്ട്, 3 ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉദയഭാനു എന്ന് പറയുന്ന വർക്ക് 2 ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ സത്യാഗ്രഹി എന്ന് പറയുന്ന വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, അതിനൊരൊറ്റ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫേമസ് ആയിട്ട് 3 നോവലുകൾ, പാറപ്പുറം, ഉദയഭാനു, സത്യാഗ്രഹി. ഇതിൽ പാറപ്പുറത്തിന് 3 ഭാഗങ്ങളായിട്ട് എഴുതിയൊരു രാഷ്ട്രീയ നോവലായിരുന്നു. ഉദയഭാനുവിന് 2 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. സത്യാഗ്രഹി ഒറ്റ ഭാഗമായിരുന്നു, പക്ഷെ ഫേമസ് ആയിട്ടുള്ള നോവലുകളുടെ, അദ്ദേഹത്തിന്റെ വർക്കുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ പറയാറുള്ള ഒരു വർക്കും കൂടിയാണ്. ഓക്കെ, ഇനി കേശവദേവിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭ്രാന്താലയം എന്ന് പറയുന്നത് 1949
ആദ്യമായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നത് നമ്മളെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാം 1949. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് യെസ്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിന്റുകൾ കൂടെ ആഡ് ചെയ്യാം, എഴുതി വെക്കുക എവിടെയെങ്കിലും. ഈ പോയിന്റുകൾ ആഡ് ചെയ്തിട്ടുള്ള PDF ഞാൻ എന്ത് ചെയ്യും, അയച്ചു തരുകയും ചെയ്യും കേട്ടോ. ഓക്കെ, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? നോക്കാം നമുക്ക്. ഇതില് ആൻസർ കീ പ്രകാരം ഓപ്ഷൻ 1 ആണ് ആൻസർ കീ ഉള്ളത്. അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ തെറ്റാണെന്നുള്ള രീതിയിലാണ് ആൻസർ കീ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഉള്ളൊരു ആൻസർ കീയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇതിലുള്ള കറക്റ്റ് ആൻസർ കീയിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നോക്കാം നമുക്ക്. ഇതില് ജാതിഭൂതം എന്ന് പറയുന്നവർക്ക് എഴുതിയിട്ടുള്ളത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയിട്ടുള്ളവർക്കാണ് ഈ പറഞ്ഞ ജാതിഭൂതം എന്ന് പറയുന്നവർക്ക്. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അതിനെ കൺസിഡർ ചെയ്യാറുള്ളത് എന്നുള്ളത് കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ ബാക്കിയുള്ള 2 സ്റ്റേറ്റ്മെന്റുകളിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഐക്യ കേരളം എന്ന് പറയുന്നവർക്ക് ബാലാമണി അമ്മ എഴുതിയതല്ല. ഐക്യ കേരളം എന്ന് പറയുന്നവർക്ക് ബോധേശ്വരൻ എന്ന് പറയുന്ന റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റാണ്. ഐക്യ കേരളം എന്ന് പറയുന്നവർക്ക് എഴുതിയിട്ടുള്ളത് ബോധേശ്വരൻ, BODHESWARN, ബോധേശ്വരനാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. അപ്പൊ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 വരുന്ന ഒരു ഓപ്ഷനും എന്തായിട്ട് വരൂല, ആൻസർ ആയിട്ടുള്ള. അപ്പൊ ഓപ്ഷൻ എനെ നമുക്ക് വെട്ടാം, ഓൾ ഓഫ് ദ എബോവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് വെട്ടാം, ഓപ്ഷൻ 2 ഉള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ഇതിൽ പ്രഭാത ഗാനത്തെ കുറിച്ച് ഉള്ളത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാനുള്ളത്, ചില വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ചില ഡോക്യുമെന്റുകൾ ഈ പ്രഭാതഗാനം ടി ഭാസ്കറിന് എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രൈവറ്റ് സൈറ്റുകളിലൊക്കെ കണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ര ഷുവർട്ടി ഇല്ല. കാരണം പ്രഭാതഗാനം എന്ന് പറയുന്ന ആ ഒരു വർക്കിന് മറ്റു പല ഓതേഴ്സിനെയും പി ഭാസ്കറിനെ കൂടാതെ മറ്റു പല ഓതേഴ്സിന്റെയും ഓതറൈസേഷൻസ് പലതും കാണുന്നുണ്ട്. അതില് ഈ എന്താ പറയാ, റീസെന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ള എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ പി ജയചന്ദ്രന്റെ ഒക്കെ വർക്കുകളുമായിട്ടും അദ്ദേഹത്തിന്റെ മ്യൂസിക് ആൽബമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ കാണാം. പി ഭാസ്കരനുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്യുന്ന പ്രഭാതഗാനം എന്ന് പറയുന്ന വർക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ഒതന്റിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പക്ഷെ ചില വളരെ അപൂർവം 1-2 സൈറ്റുകളിൽ പി ഭാസ്കറിന് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്, കവിത എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു മെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഒതന്റിക് ആയിട്ടുള്ള സൈറ്റുകളിലൊന്നും പി ഭാസ്കറിന്റെ പ്രഭാതഗാനം കേശവൻ നായർക്കുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത് മാത്രമാണ് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി അല്ലാത്ത ബാക്കി സൈറ്റുകളിലൊക്കെ പറയുന്ന പി ഭാസ്കറിന്റെ പ്രഭാതഗാനം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ ബിനെയാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല, ജാതിഭൂതം കുറ്റിപ്പുറത്ത് കേശവന്മാരുടെയാണ്, നോ ഡൗട്ട്. മറ്റത് ഐക്യ കേരളം ബാലാമണി അമ്മയുടേതല്ല, അത് ബോധേശ്വരന്റെ ആണ്. അത് കൂടാതെ നമ്മൾ ഐക്യ കേരളത്തിൽ വേറൊരു സാധനം കൂടി ഐക്യ കേരളമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്, അത് ഇതുമായിട്ട് കണക്ഷൻ ഉള്ളതല്ല. ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ഐക്യ കേരള പ്ലഡ്ജ് എന്ന് നമ്മൾ പറയാം. ഐക്യ കേരള പ്ലഡ്ജ്, ഐക്യ കേരള പ്രതിജ്ഞ എന്ന് പറയും. അത് NV കൃഷ്ണവാര്യരാണ് ആ പ്രതിജ്ഞ എഴുതിയിട്ടുള്ളത്. അത് ഇതിന്റെ കൂടെ പഠിക്കുക, ഇതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഐക്യ കേരളം മറ്റേത് ബോധേശ്വരൻ എഴുതിയത് കവിതയാണ്. ഐക്യ കേരള പ്രതിജ്ഞ ഒരു പ്രതിജ്ഞയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്ലഡ്ജ് ആണ്. അത് NV കൃഷ്ണവാര്യരാണ് എഴുതിയത് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എവിടെയെങ്കിലും രണ്ടും കൂടി സ്റ്റേറ്റ്മെന്റ്, ഐക്യ കേരള കവിത എഴുതിയത് ആരാണ്, ഐക്യ കേരള പ്ലഡ്ജ് എഴുതിയത് ആരാണെന്നുള്ള ടൈപ്പ് സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, രണ്ടും രണ്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. നമ്മള് കേരളവർമ്മ കൊച്ചി രാജവംശം ഭരിച്ചിട്ടുണ്ടായിരുന്ന മഹാരാജ കേരളവർമ്മ തമ്പുരാനുണ്ട്. അദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതും ഇതും കൂടെ കുട്ടി വായിക്കാം. ഐക്യ കേരള പ്ലഡ്ജ് NV കൃഷ്ണവാര്യരാണ് കണക്ഷൻ. ഐക്യ കേരള കവിത ബോധേശ്വരന്റെ ആണ്. അതുപോലെ ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടാറുള്ളത് കൊച്ചി രാജവംശത്തിലെ കേരളവർമ്മ തമ്പുരാനെയാണ് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്.
അദ്ദേഹമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂറും മലബാറും കൊച്ചി രാജവംശവും ഇത് മൂന്നും ഈ പറഞ്ഞ പോലെ മൊത്തം കേരളത്തിന് എടുക്കുമ്പം 3 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നാട്ടുരാജ്യം പോലെ. തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു, മലബാർ ഇതിലൊന്നും പെടാത്തൊരു നാട്ടുരാജ്യമായിരുന്നു, കൊച്ചി രാജവംശം മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു. ഈ 3 നാട്ടുരാജ്യങ്ങളെയും കണക്ട് ചെയ്ത് ഒരു ഐക്യത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് എഫേർട്ട് എടുത്ത ഒരാളായിരുന്നു മഹാരാജ കേരളവർമ്മ തമ്പുരാൻ. അദ്ദേഹം കൊച്ചി രാജവംശത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്ന് വിളിക്കുന്നത് എന്നുകൂടെ ഓർത്തു വെക്കാം. ഓക്കെ, തമ്പുരാന്റെ പേര് മഹാരാജ കേരളവർമ്മ തമ്പുരാൻ. ഓക്കെ, ഇനി അതല്ലാതെ അതിനുശേഷം നമ്മളൊരു മോഡേൺ കാലഘട്ടത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ നാട്ടുരാജവംശങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം നമ്മള് കേശവമേനോനും ഈ പറഞ്ഞ EMS നമ്പൂതിരിപ്പാടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഐക്യ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന ഒരു വിശ്വാസം. ഐക്യ കേരളം, ഈ പറഞ്ഞ പോലെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള സ്പ്ലിറ്റ് ഒക്കെ മാറ്റി കേരളം ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റിലേക്ക് പിന്നീട് ഒരു മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് ആ ഒരു ഐഡിയനെ പിന്നെ പോപ്പുലറൈസ് ആക്കുന്നവരിൽ ഏറ്റവും പ്രധാനികളായിരുന്നു KP കേശവമേനോനും EMS നമ്പൂതിരിപ്പാടും. അതുമായിട്ട് ബന്ധപ്പെട്ട് KP കേശവമേനോൻ അതിനെ എങ്ങനെയാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമി പോലൊരു ന്യൂസ് പേപ്പറൊക്കെ 1923 തുടങ്ങിയിട്ടാണ് ഈ ഐക്യ കേരളം, യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന ഒരു ഐഡിയ എന്ത് ചെയ്യണത് കേശവമേനോൻ മുമ്പോട്ട് വെക്കുന്നത്. EMS നമ്പൂതിരിപ്പാടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. 1.25 കോടി മലയാളികൾ 1945 എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ഈ പറയുന്ന പോലെ ഐക്യ കേരളം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറച്ചും കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ വേറെ വേറെയാണ്, ഓർത്ത് വെക്കാം. ഐക്യ കേരള കവിത ബോധേശ്വരന്റെ, ഐക്യ കേരള പ്ലഡ്ജ് NV കൃഷ്ണവാര്യരുടേത്, ഐക്യ കേരള തമ്പുരാൻ മഹാരാജ കേരളവർമ്മ തമ്പുരാൻ. പിന്നീട് മോഡേൺ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കുറച്ചും കൂടി മോഡേണിസ്റ്റിക് ആയിട്ടുള്ള യുണൈറ്റഡ് കേരള എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ച 2 ആളുകളാണ് KP കേശവമേനോനും EMS നമ്പൂതിരിപ്പാടും. KP കേശവമേനോനെ സംബന്ധിച്ച് അദ്ദേഹം മാതൃഭൂമി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ തുടങ്ങിയിട്ടാണ് അതിനുള്ള പ്രവർത്തനം ചെയ്തതെങ്കിൽ EMSലേക്ക് വരുമ്പം അദ്ദേഹത്തിന്റെ പ്രൊമിനന്റ് ആയിട്ടുള്ള 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ആശയം അദ്ദേഹം എന്ത് ചെയ്തു, പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. യെസ്, which of the following statement about 19th century കേരള ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് 19ാം നൂറ്റാണ്ടിലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, കൂടുതൽ നമ്മളെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, കേരളത്തിന്റെ ഒരു ആ ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തെ കുറിച്ചൊരു ബേസിക് ധാരണ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ കോൾഡ് കേരള മാഡ് ഹൗസ് ഓഫ് കേരള, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം മുതലേ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഉപയോഗിച്ച വാക്ക്, ഓക്കെ, ഇംഗ്ലീഷിൽ പുള്ളി അത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ലുനാറ്റിക് അസൈലം എന്ന് പറയുന്ന വാക്കാണ്. ഭ്രാന്താലയം, ലുനാറ്റിക് അസൈലം എന്ന് പറയുന്ന വാക്കാണ്. അത് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന തൊട്ടുകൂടായ്മയും കാസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ആ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കണ്ടിട്ടാണ് പുള്ളി അതിനെ അങ്ങനെ വിളിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റൊന്നുമില്ല, നമ്മൾ എടുക്കുന്നു. രണ്ടാമത്തെ പറയാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വാസ് നോട്ട് ടാബു ടു നമ്പൂതിരി സമുദായങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ടാബു ചെയ്യപ്പെട്ടതായിരുന്നില്ല ഇവിടുത്തെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് അത് ഇവിടുത്തെ നമ്പൂതിരികാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയതായിരുന്നു. ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാർക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷനോ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനോ കൊടുക്കാൻ ഇവിടുത്തെ സിസ്റ്റം തയ്യാറായിരുന്നില്ല. അതിന് കാരണം ഈ പറഞ്ഞ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. സോ നോട്ട് ടാബു, നമ്പൂതിരിമാർക്ക് മാത്രം ലാബിൽ ചെയ്യപ്പെട്ട, അവർക്ക് മാത്രം ടാബു ചെയ്യപ്പെട്ട ഒരു സാധനം അല്ല നോട്ട് എന്ന് പറഞ്ഞെടുത്താണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിയിട്ടുള്ളത്. വെട്ടിക്കളയാം. ഇനി മൂന്നാമത്തെ പറയാണ് ദ പ്രാക്ടീസ് ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ പറയുന്ന മലിനീകരണം എന്നുള്ള വാക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, തീണ്ടലാണ്. ഓക്കെ, തൊട്ടുകൂടായ്മ, തീണ്ടൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ പൊല്യൂഷൻ, പ്രാക്ടീസ് ഓഫ് പൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പ്രാക്ടീസ് ഓഫ് പൊല്യൂഷൻ വാസ് നോട്ട് വൈഡ്ലി ഒബ്സർവ്ഡ് ഇൻ കേരള. കേരളത്തിൽ ഈ പറഞ്ഞ തീണ്ടൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു തീണ്ടൽ, ജാതിയുടെ പേരിലുണ്ടായിരുന്നത്. സോ ഓപ്ഷൻ 3 നമുക്ക് എന്ത് ചെയ്യാം, തെറ്റാണ് എന്ന് ആദ്യ വായനയിൽ തന്നെ ഉറപ്പിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ത് correct. Okay, then we are moving to the next. Yeah, again കുറച്ചും കൂടി ബേസിക് ആയിട്ട് കേരള ചരിത്രത്തിന്റെ അടുത്ത് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് യെസ് ഓപ്ഷൻ 4 പറയുന്നുണ്ട് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 4 എന്താ ഓൺലി 1 അല്ലെ? SJPS അയ്യങ്കാളി. യെസ്, വെരി ഗുഡ്. ഓക്കെ, യെസ്, ഒരുപാട് ഡൗട്ടുകളൊന്നും വരേണ്ടതില്ലാത്ത വളരെ നമ്മൾ ബേസിക് കേരളത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിന്റെ ബേസിക്സിൽ നമ്മൾ പഠിച്ചെടുക്കാറുള്ള കുറച്ച് സാധനങ്ങൾ സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. 1903 ശ്രീനാരായണ ഗുരു ആണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ നമ്മൾ SNDP എന്ന് പറയുന്ന സംഘടന ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കെ അയ്യപ്പൻ അല്ല, അയ്യങ്കാളിയാണ് എന്ത് ചെയ്യുന്നത് 1907 സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ യോഗം എന്നൊക്കെ ചില സ്ഥലത്ത് കാണാം. സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ സാധുജന പരിപാലന യോഗം. അയ്യപ്പനല്ല, അയ്യങ്കാളിയാണ്. സോ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി എസ്റ്റാബ്ലിഷ്ഡ് സമത്വ സമാജം ഇൻ 1836. 1836 സമത്വ സമാജം തുടങ്ങുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് പറയുന്നു. ദാറ്റ്സ് എ റോങ് വൺ. ഈ പറഞ്ഞ സമത്വ സമാജം 1836 തുടങ്ങുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആള്. സോ ഈ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് വൺ. യെസ്, വെരി ഗുഡ്. യെസ്, വൈകുണ്ഠ സ്വാമികൾ എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഗുഡ്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർണർക്ക് അമ്പലങ്ങളുടെ വഴികളും അമ്പലങ്ങളും തുറന്നു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ ടെമ്പിൾ ഓപ്പൺ ഓർഗനൈസേഷൻസിനെ മൂവ്മെന്റുകളെ കുറിച്ച് പറയാൻ പറ്റും എന്നാണ് ചോദ്യം. The right answer is option C. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മൂന്നും നിങ്ങളുടെ എന്താ പറയാ ആൻസർ കീയില് സി അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. നോക്കിയത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ പറഞ്ഞ മൂന്നും അമ്പലപ്പുഴ ക്ഷേത്ര പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ടും തിരുവാർപ്പ് ക്ഷേത്ര പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടും ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഈ പറഞ്ഞ മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ റോഡുകള് അവർണർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കും അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കും എല്ലാ ജാതിപ്പെട്ട ആളുകൾക്കും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്പലപ്പുഴ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. പിന്നെ തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്ക് ഈ ലോവർ കാസ്റ്റിനെ അവിടുത്തെ റോഡുകളും അവിടുത്തെ ചുറ്റുപാടുകളും ഉപയോഗിക്കാനുള്ള അവസരം വേണം, അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തിരുവാർപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ പറയേണ്ടതില്ല, നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സത്യാഗ്രഹങ്ങളിൽ ഒന്നാണ്. ഈ പറഞ്ഞ പോലെ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട റോഡുകളിൽ അതിന്റെ ക്ഷേത്രത്തിനകത്തേക്കും ഒക്കെ താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പറ്റണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് മൂന്നിനും എന്തുണ്ട്, ഈ പറഞ്ഞ ടെമ്പിൾ എൻട്രി മൂവ്മെന്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ആൻസർ കീൻ്റെ അകത്ത് ഓപ്ഷൻ സി അല്ല ആൻസർ ഉള്ളത്. എനിക്ക് തോന്നുന്നു 2ഉം 3ഉം അങ്ങനത്തെ ഓപ്ഷൻ ഡി ആണെന്ന് തോന്നുന്നു ആൻസർ ഉള്ളത്. പക്ഷെ മൂന്നും ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആദ്യത്തേത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം, മറ്റേത് തിരുവാർപ്പ് ക്ഷേത്രം, പിന്നെ ഗുരുവായൂർ ക്ഷേത്രം. മൂന്നും ജാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂവ്മെന്റ് ആണ്. Then we are moving to the next question. മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, നമുക്ക് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും ഒക്കെ ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് ഇത് റൈറ്റ് ആൻസർ എന്താണ് എന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2ഉം 3ഉം ആണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം, വായിച്ചു നോക്കാം. ഇറ്റ് വാസ് പ്രസന്റഡ് ടു ട്രാവൻകൂർ ദിവാൻ
The memorial was drafted by K.P. Shankara Menon. The memorial demanded the recognition of the right to hold public offices in. Okay, correct answer ആട്ടോ. ഇത് മാത്രം സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2ഉം 3ഉം മാത്രമാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്താണ് ഈ പറഞ്ഞ നമ്മുടെ മലബാറി മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. 1891 വർഷം ഓർത്ത് വെക്കുക, 1891 മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് തുടങ്ങുന്നത്. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മലയാളികൾ എല്ലാവരും കൂടി കൊടുത്തുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു നിവേദനമായിരുന്നു. ആ നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ ബ്രാഹ്മണരുടെ ആ ഒരു ഡോമിനേഷൻ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള എല്ലാ മലയാളികൾക്കും മുൻഗണന കൊടുക്കുക, ബ്രാഹ്മണർക്ക് മാത്രം പാടില്ല എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ബാരിസ്റ്റർ G.P. പിള്ള ഉണ്ടായിരുന്നു, K.P. ശങ്കരമേനോൻ ഉണ്ടായിരുന്നു, ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നു, C.V. രാമൻപിള്ള. 4 പ്രധാന നേതാക്കളായിരുന്നു. ബാരിസ്റ്റർ G.P. പിള്ള, K.P. ശങ്കരമേനോൻ, ഡോക്ടർ പൽപ്പു, C.V. രാമൻപിള്ള, 4 പേര്. ഇത് രണ്ടുപേരാണ് അതിന്റെ ഫോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒപ്പുവെച്ചത് ഏകദേശം 10,000-ലധികം ആളുകൾ, 10,037 ആളുകൾ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരൊന്നിച്ച് ചേർന്ന് ഒപ്പുവെച്ച, ഒപ്പുശേഖരണം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് എന്തിനെ കാണാറുള്ളത്, മൂവ്മെന്റ് ആയിട്ടാണ് മലയാളി മെമ്മോറിയലിനെ കാണാറുള്ളത്. ഓക്കെ, ഓർത്ത് വെക്കുക. 1891 കറക്റ്റ് പറഞ്ഞ ജനുവരി 1 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് അത് സമർപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ തിരുവിതാംകൂർ ദിവാൻ അല്ല. ഓക്കെ, 1028ഉം 1037ഉം രണ്ടും പറയുന്നുണ്ട്. 1028 പറയുന്ന ചില സോഴ്സുകളുണ്ട്, ചില സോഴ്സുകളിൽ 1037 ആളുകൾ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ക്ലാഷ് ഉള്ളത് കൊണ്ട് ആ സാധനം മുൻനിർത്തിയിട്ട് ചോദ്യം വരാനുള്ള സാധ്യതയില്ല. രണ്ടും മാറി മാറി പറയുന്നത് കൊണ്ട് നമ്പർ ബേസ് ചെയ്തൊരു ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ദിവാനെ പറഞ്ഞുകൊണ്ടാണ് തെറ്റായത്. നേരെ മറിച്ച് ശ്രീമൂലം തിരുനാളിനെയായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാവുമായിരുന്നു. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. ശങ്കരമേനോന്റെ കൂടെ ബാരിസ്റ്റർ G.P. പിള്ള ഉണ്ടായിരുന്നു, C.V. രാമൻപിള്ള ഉണ്ടായിരുന്നു, ഡോക്ടർ പൽപ്പു ഉണ്ടായിരുന്നു. ദെൻ വി ആർ നമ്മൾ പറഞ്ഞു വെച്ചൊരു സാധനം കൂടി പറയാം. നമ്മൾ കുറച്ചുകൂടെ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്. ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അമ്പലപ്പുഴ പറഞ്ഞു, നമ്മൾ അതേപോലെ തിരുവാർപ്പ് പറഞ്ഞു, ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞു. പിന്നെ ഉള്ളത് വൈക്കം സത്യാഗ്രഹമാണ്. 1924-25കളിൽ T.K. മാധവനും കേളപ്പനും കേശവമേനോനും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു. വൈക്കം ക്ഷേത്രത്തിന്റെ റോഡുകളിൽ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. പിന്നെ 36-ല് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നിട്ടുണ്ട്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഒക്കെ ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം, അതാണ് അങ്ങനെ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പന്തിഭോജനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പന്തിഭോജനം, കമ്മ്യൂണിറ്റി ഡൈനിങ് എന്ന് പറയും. അതിന് ഈ പറഞ്ഞ പോലെ അമ്പലങ്ങളുമായിട്ടല്ല, നമ്മൾ ഈ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു മൂവ്മെന്റ് ആയിട്ട് പറയുന്നതാണ് കമ്മ്യൂണിറ്റി ഡൈനിങ്. സഹോദരൻ അയ്യപ്പനൊക്കെ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഡിഫറെന്റ് കാസ്റ്റിലുള്ള ആളുകൾ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല, താഴ്ന്ന ജാതിക്കാർ വേറെ എന്നായിരുന്നു. അതുമായിട്ട് പന്തിഭോജനം 1900-കളിലൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കല്ലുമാല സമരം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്, വില്ലുവണ്ടി സമരം പറയാറുണ്ട്, ചാന്നാർ ലഹള പറയാറുണ്ട്. ക്ഷേത്രപ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗുരുവായൂര്, വൈക്കം, തിരുവാർപ്പ്, അമ്പലപ്പുഴ, പിന്നെ നമ്മളെ 36-ലെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ക്ഷേത്രപ്രവേശന വിളംബരം. We are moving to the penultimate question. Yeah. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്ന സ്ത്രീകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ആ ലീഡേഴ്സ് താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരിൽ പലരും ഉപ്പ് സത്യാഗ്രഹത്തിലും ഉണ്ടായിരുന്നു കേട്ടോ, എസ്പെഷ്യലി മലബാർ ഏരിയന്ന്. ഇവരിൽ ആരൊക്കെയാണ് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദ അബോവ് ആണ്. 3 പേരും ഈ സിവിൽ ഒബീഡിയൻസ്, മലബാർ എന്നുള്ള സിവിൽ ഒബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ്. വി കുട്ടിമാളു അമ്മേനെ നമ്മൾ പ്രോമിനന്റ് ആയിട്ട് പറയാറില്ല. നമ്മൾ എന്താ പറയാ,
ആ സമയത്ത് ഉണ്ടായിരുന്ന ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, വിദേശ വസ്ത്രങ്ങളൊക്കെ വിൽക്കുന്ന, അവിടെയൊക്കെ പിക്കറ്റിംഗ് ധർണകളൊക്കെ നടത്തിയിട്ട് അതിനെയൊക്കെ പൂട്ടിച്ച ആളും കൂടിയാണ് വി കുട്ടിമാളു അമ്മ എന്ന് പറയുന്നത്. അതേപോലെ എലിസബത്ത് കുരുവിളയും ഇവരുടെ കൂടെ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ഗ്രേസി ആരണും ഇതേ ഉപ്പ് സത്യാഗ്രഹത്തിലും ഉണ്ടായിരുന്നു, ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഉണ്ടായിരുന്നു. 3 പേരും മലബാറിലെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ നേതാക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓൾ ഓഫ് ദ എബോവ് ആണ് കേട്ടോ വരിക. എ വി കുട്ടിമാളു അമ്മയാണ്. എ വി കുട്ടി അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ മേ ബി ആ ഒരു സാധനത്തിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 അങ്ങനെ ആൻസർ കീന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ലൈക്ക് 2ഉം 3ഉം മാത്രമേ വരുള്ളൂ. ഇനി അതല്ല ഒരു ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രമാണ് അതെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എ വി കുട്ടിമാളു അമ്മ എന്നുള്ളത്. ഓക്കെ, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർ മനഃപൂർവ്വം വരുത്തിയതാണെങ്കിൽ ഓപ്ഷൻ 1 വരൂല. അതല്ല മനഃപൂർവ്വം വരുത്തിയത് അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. Then we are moving to the last question. കുറച്ച് പത്രങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വരാട്ട് എന്നായിരിക്കും ഉണ്ടാവുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു, ഞാനത് സ്വരാജ് എന്നാക്കിയിട്ടുണ്ട്. പത്രങ്ങളും അതിന്റെ ഇപ്പുറത്ത് അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിന്റെ പേരും. ഒരുപാട് നമ്മളെ വെള്ളം കുടിപ്പിക്കാത്തൊരു ചോദ്യമായിരുന്നു. നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു പത്രങ്ങളെ കുറിച്ചൊരു കാരണം പൊതുവെ PSC പഠിക്കുന്ന സമയത്ത് നിർബന്ധമായും പഠിച്ചു പോകാറുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്ന പത്രങ്ങളും അതിന്റെ സ്ഥാപക നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്വരാജ് ആരുടേതായിരുന്നു, കേരള പത്രിക ആരുടേതായിരുന്നു, ദേശാഭിമാനി ആരുടേത്, കേരള കൗമുദി ആരുടേത്. ഇതില് സ്വരാജ് നോ ഡൗട്ട് ദാറ്റ്സ് കണക്റ്റഡ് ടു AK പിള്ള. ഞാൻ വർഷം കൂടി പറഞ്ഞു തരാം കേട്ടോ. സ്വരാജ് AK പിള്ളയുടേതായിരുന്നു. കേരള പത്രിക നമുക്ക് കുഞ്ഞിരാമൻ മേനോനുമായിട്ട് കണക്ട് ചെയ്യാം. ദേശാഭിമാനി വി കൻ കണക്ട് ടു TK മാധവൻ. ദെൻ കേരള കൗമുദി CV കുഞ്ഞിരാമനുടെ. അപ്പൊ ഇതൊക്കെ ഈ പത്രങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന വർഷങ്ങൾ ഏതൊക്കെയായിരുന്നു ചോദിക്കുമ്പോൾ സ്വരാജ് AK പിള്ള കൊണ്ടുവരുന്നത് 1921 വർഷം ഓർത്ത് വെക്കുക. സ്വരാജ് പത്രം ഉണ്ടാവുന്നത് 1921 AK പിള്ളയാണ് അതിന്റെ സ്ഥാപകൻ. പിന്നുള്ളത് കേരള പത്രികയാണ്. കേരള പത്രിക കുഞ്ഞിരാമൻ മേനോൻ 1884 ചെങ്ങലത്ത് കുഞ്ഞിരാമൻ മേനോൻ എന്നാണ് കേട്ടോ പുള്ളിയുടെ മുഴുവൻ പേര്. ചെങ്ങലത്ത് കുഞ്ഞിരാമൻ മേനോൻ 1884 കൊണ്ടുവരുന്നത്. 1884. ദേശാഭിമാനി 1915 TK മാധവൻ തുടങ്ങുന്നത്. കേരള കൗമുദി 1911 CV കുഞ്ഞിരാമൻ തുടങ്ങുന്നത്. ഇനി അതിന്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ തുടക്കം ആദ്യം ഉണ്ടാവുന്നത് കേരള പത്രികയാണ് 1884. അത് കഴിഞ്ഞിട്ട് കേരള കൗമുദിയാണ് 1911. അത് കഴിഞ്ഞിട്ട് ദേശാഭിമാനിയാണ് 1915. അത് കഴിഞ്ഞിട്ട് സ്വരാജാണ് 1921. ഓക്കെ, പറ്റുമെങ്കിൽ ആ ഓർഡറിൽ കൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.